ലതാ സജ്ജിവേളിൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ സോമനാഥൻ്റെ കാട്ടിലെ മഴ എന്ന പാഠഭാഗത്തിലൂടെയാണല്ലോ നാം കടന്നു പോകുന്നത്. ആദ്യത്തെ ഭാഗം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുകയുണ്ടായി. ആ ഭാഗത്തെ ചില പഠന പ്രവർത്തനങ്ങൾ കൂടി നമുക്ക് ഇപ്പോൾ നോക്കാം. ചില ചെറിയ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഇവിടെ കൊടുക്കുന്നത്. പാഠഭാഗത്തിൻ്റെ അടുത്ത ബാക്കി ഭാഗം നമുക്കൊന്ന് നോക്കാം. അങ്ങനെ മഴ, വേനലിന് ശേഷമുള്ള മഴ കനത്ത്, അതായത് തിമിർത്ത് പെയ്യാൻ തുടങ്ങി. ഇരുൾ വീണു തുടങ്ങിയ കാറ്റിൽ ഒളിയിടം കണ്ടെത്താൻ ഏറെ പണിപ്പെട്ടു. നമ്മുടെ കഥാകാരൻ തൻ്റെ ഒരു അനുഭവ കഥയാണല്ലോ പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം കാട്ടിലൂടെ നടക്കേണ്ടി വന്ന ഒരവസരം, ഈ മഴ സമയത്ത് ഇരുൾ വീണു തുടങ്ങിയ കാറ്റിൽ ഒളിയിടം എന്ന് പറഞ്ഞാൽ തൽക്കാലം നമുക്ക് കയറിയിരിക്കാവുന്ന സ്ഥലം, ഒളിയിടം കണ്ടെത്താൻ ഏറെ പണിപ്പെട്ടു എന്ന് വളരെയധികം ബുദ്ധിമുട്ടി. പുഴയോരത്തെ പാറക്കെട്ടുകൾക്കിടയിലുള്ള സാമാന്യം വലിയ ഒരു ഗുഹയിൽ, കാട്ടിലുള്ള ഒരാൾക്ക് ഇരിക്കാൻ വലിപ്പത്തിലുള്ള ഗുഹ, ആ ഗുഹയിൽ കയറിയപ്പോൾ ആശ്വാസത്തോടെ അതിൽ കിടക്കാൻ സുരക്ഷിതം, മറ്റ് കാട്ടുമൃഗങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടും, മഴ കൊള്ളേണ്ട ആവശ്യം വരുന്നില്ല, അതിനുള്ളിൽ കയറി നിന്നാൽ. അങ്ങനെ ആ സുരക്ഷിതത്വത്തിൽ ഗുഹയിൽ കയറിയിരുന്നതിന് ശേഷം ചുള്ളി വിറകുകൾ എരിഞ്ഞു തുടങ്ങിയപ്പോൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചുള്ളിക്കമ്പുകളിട്ട് തീയരിച്ചു. തണുപ്പിനെ പ്രതിരോധിക്കാൻ, മഴയെ പ്രതിരോധിക്കാൻ, അതായത് നമുക്ക് തണുക്കുമല്ലോ, അപ്പോൾ ആ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ ചെറിയ ചുള്ളിക്കമ്പുകൾ പെറുക്കി അദ്ദേഹം തീയിട്ടു. ആ സമയത്ത് പുറത്ത് കാറ്റിന് പേ പിടിച്ചു തുടങ്ങി. അങ്ങനെ കാറ്റിന് പേ പിടിച്ചു തുടങ്ങുന്ന പറഞ്ഞാൽ, പേ പിടിക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഈ പേ പിടിച്ച നായ എന്ന് പറയുന്നത്, അതിനൊന്നും അറിയില്ല, ഒരു ഇതില്ലാതെ പിന്നെ നടന്നു പോകുന്ന, എന്തിനേയും ആരെയും അത് ആക്രമിക്കുമെന്ന രീതിയിൽ പോകുന്നതിനെയാണ്. ഇവിടെ കാറ്റും അതേപോലെ ഒരു നിർത്തില്ലാതെ എവിടെയും ചെന്ന് എന്തും തകർക്കാമെന്ന രീതിയിൽ വീശുന്ന കാറ്റിനെയാണ് പേ പിടിച്ച കാറ്റ് എന്ന് പറയുന്നത്. കൊടുങ്കാറ്റ്, ചുഴലിക്കാറ്റ് എന്നൊക്കെ പറയുന്ന പോലെ എല്ലാത്തിനെയും വളരെ പെട്ടെന്ന് നിമിഷം കൊണ്ട് തകർക്കാൻ പറ്റുന്നതാണ് ഈ കൊടുങ്കാറ്റ്, ചുഴലിക്കാറ്റ്. ഇവിടെ അത്ര ശക്തി ഇല്ല എങ്കിൽ പോലും പെട്ടെന്ന് വീശുന്ന കാറ്റിന് പല അപകടങ്ങളും വരുത്തി വയ്ക്കാറുണ്ട്. അപ്പം അങ്ങനെ അദ്ദേഹം ആ ഗുഹയിൽ ഇരുന്ന് അനുഭവിക്കുന്നതാണ് ഇതിടെ മഴ വന്നതിന് ശേഷമുള്ള ഓരോ അനുഭവങ്ങൾ അദ്ദേഹം അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എവിടെയോ മരങ്ങൾ അപ്പം ശക്തമായ കാറ്റാണല്ലോ, ഒടിഞ്ഞമരുന്നതിൻ്റെ ശബ്ദം, മരങ്ങളൊക്കെ ഒടിഞ്ഞു വീഴുന്നു. മൃഗങ്ങളുടെ അപായ സൂചനകൾ, അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്തെങ്കിലും ഒരു അപകടം വരുന്നതിന് മുമ്പേ മൃഗങ്ങൾ ഒരു പതിവില്ലാത്ത രീതിയിൽ ശബ്ദം ഉണ്ടാക്കുമെന്ന് കേട്ടിട്ടുണ്ട്. ഇങ്ങനെ പറയുന്നത് സത്യമാണോ എന്നറിയില്ല. പല ഉദാഹരണങ്ങളോടുകൂടി അത് ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുമുണ്ട്. എന്തെങ്കിലും ഒരു അപകടം വരുന്നതിന് മുമ്പ് പിന്നെ നമ്മുടെ മൃഗങ്ങൾ അപായ സൂചന മുഴക്കും എന്നൊക്കെയാണ് പറയുന്നത്. ഇവിടെ അതേപോലെ തന്നെ ഈ കനത്ത മഴ, കന്നിമഴയാണെങ്കിൽ പോലും കനത്ത മഴയും കാറ്റും എന്തൊക്കെയോ അപായ സൂചനകൾ കാണിച്ചുകൊണ്ട് മൃഗങ്ങളുടെ ശബ്ദങ്ങൾ, പിന്നെ ചിഹ്നം വിളികൾ, ആനയുടെ ചിഹ്നം വിളികൾ, കനത്ത കാലടികൾ കുഴമണ്ണിലൂടെ അതിദ്രുതം പായുന്നതിൻ്റെ പ്രതിധ്വനി. കുഴമണ്ണെന്ന് പറഞ്ഞാൽ മഴയിൽ കുഴഞ്ഞു കിടക്കുന്ന മണ്ണിലൂടെ കനത്ത കാലടികൾ. ഈ മൃഗങ്ങളപ്പോൾ ആനയാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും മൃഗങ്ങളൊക്കെ ഇങ്ങനെ പേടിച്ച്, കാറ്റൊക്കെ അടിക്കുന്നില്ലേ, എവിടെയെങ്കിലുമൊക്കെ മാറി സുരക്ഷിത സ്ഥാനം കണ്ടെത്താം എന്നുള്ള ആ ഒരു ആഗ്രഹത്തിൽ പായുന്നതാണ് മൃഗങ്ങൾ. ആ പായുന്ന അവയുടെ കാലടി ശബ്ദങ്ങൾ അതിദ്രുതം പായുന്നതിന്, അതിദ്രുതം എന്ന് പറഞ്ഞാൽ വളരെ വേഗം, വളരെ സ്പീഡിൽ, പായുക എന്ന് പറഞ്ഞാൽ ഓടുക, കടന്നു പോവുക, അങ്ങനെ പോകുന്നതിൻ്റെ ആ പ്രതിധ്വനി, എക്കോ എന്നൊക്കെ പറയില്ല, എക്കോ, അതാണ് ആ ശബ്ദം. പിന്നെ മഴത്തുള്ളികളുടെ സംഗീതം ഗർജനമായി മാറിക്കുന്നു. എന്താ, ചെറുതായിട്ട് പെയ്യുന്നത് എന്തും നല്ലതാണ് അല്ലേ, അത് മഴത്തുള്ളിയിൽ സംഗീതം പൊഴിക്കുകയാണ്. ചെറിയ കാറ്റിന് എന്താ നമ്മൾ പറയുന്നത്, മന്ദമാരുതൻ,
ചെറിയ തണുത്ത ചെറിയ കാറ്റ്, ചെറിയ മഴ, കുളിരുള്ള മഴ. പക്ഷേ അത് ശക്തി പ്രാപിച്ചാലോ എന്താവും, തീവ്ര മഴ എന്നൊക്കെ കേൾക്കുന്നില്ലേ? ഭയങ്കര മഴ, കലിതുള്ളി പെയ്യുന്ന മഴ എന്നൊക്കെ പറയും. അതൊക്കെ മഴ ശക്തി പ്രാപിക്കുന്ന ഇതാണ്. അതുപോലെ തന്നെ കാറ്റിൻ്റെ മന്ദമാരുതൻ എന്ന് പറഞ്ഞതുപോലെ അതിനെ കൊടുങ്കാറ്റെന്നും എന്താ പറയുക ചുഴലിക്കാറ്റെന്നും ഒക്കെ നമ്മൾ പറയുന്നു. ഇവിടെ മഴയുടെ സംഗീതം അങ്ങ് മാറി പിന്നെന്തായി, ഗർജനമായി എന്ന് പറഞ്ഞാൽ ഓരോ മഴത്തുള്ളികളും ഒരു കുടം വീതം പെയ്യുന്ന പോലെ വളരെ ശക്തമായി മഴ പെയ്യുകയായിരുന്നു. മണ്ണട്ടകൾ പാട്ട് വേണേൽ ചീവീടെന്ന് പറയാം, ചീവീടുകളൊക്കെ പാട്ട് നിർത്തി, എന്തോ അപകടം വരാൻ പോകുന്നു എന്നുള്ള സൂചന പോലെ. പെട്ടെന്ന് പെയ്യുന്ന മഴയ്ക്കൊക്കെയാണല്ലോ ഈ എന്താ പറയുക ഇടിഞ്ഞ് കുന്നിടിച്ചിലും അങ്ങനെയൊക്കെ ഉണ്ടാകും വളരെ ശക്തമായിട്ട് പെയ്യുന്ന മഴയിൽ. ഇവിടെ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ചീവീടുകൾ മണ്ണട്ടകളൊക്കെ പാട്ട് നിർത്തി. അങ്ങനെ മഴത്തുള്ളികളുടെ സംഗീതം ഗർജനമായി മാറിക്കഴിഞ്ഞിരുന്നു. അതൊക്കെ കേട്ടു. അവസാനം ഇതെല്ലാം കുറഞ്ഞു വന്നു. എന്തേ, അപായ സൂചനകളില്ല, ചിഹ്നം വിളികളില്ല, കാൽപ്പെരുമാറ്റങ്ങളില്ല, കാറ്റിൻ്റെ അലർച്ചയും മഴയുടെ മുരൾച്ചയും ഒഴിച്ച്. അതായത് മഴ പെയ്യുന്നുണ്ട്, കാറ്റിൻ്റെ അലർച്ചയും. കാറ്റെങ്ങനെ അലറുക? കാറ്റ് മരങ്ങളിൽ തട്ടി ഈ മരങ്ങളുടെ ചില്ലകളും ഇലകളും ഉണ്ടാക്കുന്ന ശബ്ദമാണ് ഈ കാറ്റിൻ്റെ അലർച്ച എന്ന്. പിന്നെ ആ ഒരു പാഞ്ഞ് വരുന്ന ആ ഒരു പ്രതിധ്വനി, ഒരു ശബ്ദം, ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് കാറ്റിൻ്റെ അലർച്ച, മഴയുടെ മുരൾച്ച, മഴ പെയ്യുന്നതിൻ്റെ ആ ശബ്ദം, മഴത്തുള്ളികളിൽ ഓരോ പ്രതലത്തിൽ വീഴുന്നതിൻ്റെ ശബ്ദം. ഇത് മാത്രം ശേഷിച്ചു. ബാക്കിയെല്ലാം മൃഗങ്ങളുടെ പാച്ചിലും മണ്ണട്ടകളുടെ അതായത് ചീവീടുകളുടെ ശബ്ദവും മൃഗങ്ങളുടെ ബഹളവും ശബ്ദബഹളം കോലാഹലങ്ങളും എല്ലാം നിലച്ചു. കാട്ടിൽ കാറ്റും മഴയും മാത്രമായി. ഈ പാഠത്തിൻ്റെ ബാക്കി ഭാഗവുമായി അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ